PSC ബയോമെട്രിക് പരിശോധന നടപ്പാക്കിയ ആദ്യ പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമം പൊളിഞ്ഞു. തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിലാണ് ആൾമാറാട്ട ശ്രമം നടന്നത്. ഉദ്യോഗാർത്ഥികളുടെ ബയോമെട്രിക് പരിശോധന നടക്കുമ്പോൾ ഒരാൾ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. PSC ഇന്ന് നടത്തിയ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയിലാണ് ആൾമാറാട്ട ശ്രമം നടന്നത്. തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിലാണ് ക്രമക്കേടിന് ശ്രമം നടന്നത്. ആധാർ വഴി ബയോമെട്രിക് പരിശോധന നടപ്പാക്കിയ ആദ്യ പരീക്ഷയായിരുന്നു ഇന്ന് നടന്നത്. ഹാളിലെത്തിയ ഉദ്യോഗാർത്ഥികളുടെ വിരൽ സ്കാൻ ചെയ്യുന്നതിനിടെ ഒരാൾ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ഉടൻ തന്നെ സ്കൂൾ അധികൃതരും PSCയും പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ബൈക്കിൽ രക്ഷപ്പെട്ട ആളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിരന്തരം ആൾമാറാട്ട പരാതി ഉയർന്നതിനെ തുടർന്നാണ് PSC ബയോമെട്രിക് പരിശോധന ഏർപ്പെടുത്തിയത്. ഈ സംവിധാനം വന്നപ്പോൾ തന്നെ ഒരാൾ കുടുങ്ങിയെങ്കിൽ മുൻകാല പരീക്ഷകളിലും ആൾമാറാട്ടം നടന്നിട്ടുണ്ടെന്ന് വ്യക്തം. നേരത്തെ SFI നേതാക്കൾ ഉൾപ്പെട്ട PSC പരീക്ഷാ തട്ടിപ്പ് വിവാദമായിരുന്നു. അടുത്തിടെയാണ് തിരുവനന്തപുരത്ത് ISRO നടത്തിയ മത്സര പരീക്ഷയിൽ ആധുനിക രീതിയിലുള്ള കോപ്പിയടി പിടികൂടിയത്. മത്സര പരീക്ഷകളിലെ ആൾമാറാട്ടം അടക്കമുള്ള ക്രമക്കേടുകൾ തടയാൻ കർശന വ്യവസ്ഥകളടങ്ങുന്ന ബില്ല് ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. 10 വർഷം വരെ കഠിന തടവും 1 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഈ ബില്ല് ലോക്സഭയിൽ പാസ്സായതിന്റെ തൊട്ടുപിറ്റേ ദിവസമാണ് തിരുവനന്തപുരത്ത് PSC പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമമുണ്ടായത്. ബിജുവിനൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.